ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഹാങ് അല്ലെങ്കിൽ ലാഗ്. ഫോൺ വളരെയധികം ലാഗ് ആകുക എന്നുള്ളത്. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ട മുതൽ ഹാങ് വളരെയധികം നിങ്ങൾക്ക് സ്മൂത്താക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ചെറിയൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റം വരുത്തിയാൽ മതി. ഒരിക്കൽ കൂടി വെൽക്കം ടു സലൂടെക് ടിപ്സ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളത് എനേബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇവിടെ എനേബിൾ ആണ്. അപ്പോൾ എനേബിൾ അല്ലാത്തവരെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എബോർഡ് ഫോണും പോവുക. എബോർഡ് ഫോണിൽ പോയാൽ ഒന്നെങ്കിൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇതിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേർഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫോണിൻ്റെ പേരെങ്കിലും പറഞ്ഞിട്ടൊരു വേർഷൻ കാണിക്കും. അതിലൊന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ, അതായത് എൻ്റെ ഓൾറെഡി ഡെവലപ്പർ മോഡ് ഓണാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എനേബിൾ ആക്കി ഒന്ന് ബാക്ക് അടിച്ചാൽ ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മോർ സെറ്റിങ്സ്, അഡീഷണൽ സെറ്റിങ്സ് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റണ്ണിങ് സർവീസ് എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇവിടെ 2 GB റാമാണ്, ഏകദേശം 1.51 GB ഞാൻ ഇവിടെ റാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ചെയ്യേണ്ടത്, അതായത് റാം നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫോൺ ഒന്ന് ഹാങ് ആകുക. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തിന്നാൽ നമുക്ക് നടക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ചെയ്യേണ്ടത്, ഓരോന്നെടുക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ബട്ടൺ നിൽക്കുക. മനസ്സിലായില്ലേ? ഓരോന്നെടുക്കുക, സ്റ്റോപ്പ് നിൽക്കുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനും ഈ ഒരു റാമിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങളങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഒരുപാട് ഹാങ് കുറയും. പിന്നെ മറ്റൊരു ഓപ്ഷനാണ്, ഇവിടെ കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ കാണാം വിൻഡോ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ തന്നെ നേരെ അടിയിൽ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ തന്നെ നേരെ അടിയിൽ, അങ്ങനെ 3 സെറ്റിങ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഒരു ആനിമേഷൻ സ്കെയിൽ ഒരു 1x അല്ലെങ്കിൽ 5x ഉണ്ടാവുക. നിങ്ങൾ ആനിമേഷൻ ഓഫാക്കി വെക്കുക. ഈ ഓഫാക്കി വെച്ചില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. ഞാനിത് 1ലാക്കി തരാം. കണ്ടോ, ഞാനിവിടെ ഓരോ യൂട്യൂബൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഒരു ആനിമേഷൻ മോഡലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഓഫാക്കുക. ഇതുപോലെ എല്ലാം ഓഫാക്കിയ ശേഷം കണ്ടോ, എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഓണാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. സെറ്റിങ്സ് ഇങ്ങനെ നല്ല സ്പീഡിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളിൽ തന്നെ എനേബിൾ ആക്കുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.